നല്ല ക്വാളിറ്റിയുള്ള വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി. മഴക്കാലത്ത് കൊടുക്കേണ്ട വളത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി വേണ്ടത് നൈട്രജൻ വളമാണ്. നിലത്തായാലും ഡ്രമ്മിലായാലും ഈ മഴക്കാലത്ത് കൊടുക്കുന്ന നൈട്രജൻ വളമാണ് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്നത്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാൻ കൊടുത്തത് ആട്ടിൻ കാഷ്ടമായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം കൊടുത്തത് ചാണകമായിരുന്നു. എന്നാൽ ഈ വർഷം ഞാൻ കൊടുക്കുന്നത് കോഴിക്കാഷ്ടമാണ്. ഇത്ര വലിപ്പമുള്ള 10 ചാക്കുകളിലെ കോഴിക്കാഷ്ടം ഞാൻ വാങ്ങിയത് 500 രൂപയ്ക്കാണ്. താരതമ്യേന ചിലവ് കുറവുള്ള കോഴിക്കാഷ്ടം എങ്ങനെ ചെടികൾക്ക് കേടില്ലാതെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അടിയിൽ കുറച്ച് ചാക്കുകൾ വിരിച്ചിട്ട ശേഷം കോഴിക്കാഷ്ടം മുഴുവനായി ഞാൻ അതിലേക്ക് കുടഞ്ഞിട്ടു. ഇനി നന്നായിട്ട് നനയുന്ന രീതിയിൽ ഓസ് കൊണ്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ്. മഴയുള്ള സമയമാണെങ്കിൽ നന്നായിട്ടൊന്ന് മഴ നനയാൻ അനുവദിച്ചാലും മതി. ശേഷം ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിടാം. ഒരാഴ്ച കഴിയുമ്പോൾ പ്ലാസ്റ്റിക് മാറ്റി അടിയിലുള്ള ഭാഗം മുകളിൽ വരാൻ പാകത്തിന് തൂമ്പ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ കോഴിക്കാഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ അടിഭാഗത്തുള്ളവയൊന്നും നനഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി നന്നായി നനച്ചു കൊടുക്കാം. വീണ്ടും പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ധൈര്യമായി നമുക്ക് ചെടികൾക്ക് ഇട്ടുകൊടുക്കാം. മഴക്കാലത്താണ് കോഴിവെള്ളം ഇട്ടുകൊടുക്കാൻ നല്ലത്. ചുവട്ടിൽ നിന്ന് മാറ്റിയാണ് ഇടേണ്ടത്.